ഹായ് ഓൾ, വെൽക്കം ടു എക്സാം വൈ ലേണിംഗ്. ഇന്ന് നമ്മൾ നോക്കുന്നത് ക്ലാസ് 5 മാത്സിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് വിവിധ പരീക്ഷകൾക്ക്, മത്സര പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. നമ്മൾ ബേസിക്കലി കവർ ചെയ്യുന്ന ചാപ്റ്റേഴ്സ് നമ്പർ സിസ്റ്റംസും അതുപോലെ തന്നെ ഫ്രാക്ഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്സ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുക. ക്ലാസ് 5 ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. സോ ലൈക്ക് റൈറ്റ് അവേ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഇവിടെ തന്നിട്ടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇക്വാലന്റ് ഫ്രാക്ഷൻ ഫോർ 260 ഡിവൈഡ് ബൈ 312 എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് 260 ബൈ 312 എന്ന് പറയുന്ന ഒരു ഫ്രാക്ഷൻ തന്നിട്ടുണ്ട്. അതിൻ്റെ ഇക്വാലന്റ് ഫ്രാക്ഷൻ നമുക്ക് ABCD ഓപ്ഷൻസിൽ ഏതോ ഒരെണ്ണം ഇക്വാലന്റ് ഫ്രാക്ഷൻ ആണ്, അത് ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. തന്നിട്ടുള്ള ഫ്രാക്ഷൻ 260 ഡിവൈഡ് ബൈ 312 ആണ്. ഇത് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് 260യെ ഞാൻ 26 × 10, അതായത് 26 × 10 എന്ന് എഴുതിക്കൂടെ? ഡിവൈഡ് ബൈ 312 ഉണ്ട് അല്ലേ? 312 എന്ന് പറയുന്നത് 6 കൊണ്ട് ഡിവിസിബിൾ ആണ് ആക്ച്വലി. അപ്പോൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ എഴുതാൻ പറ്റും? 5 30 1 2 ലൈക്ക് 6 2 × 6 എത്രയാണ്? 12 ആണ്, 0 വരുന്നുണ്ട്. സോ എനിക്ക് 6 × 52 എന്ന് എഴുതാൻ പറ്റും. ഞാൻ ഫർദർ റെഡ്യൂസ് ചെയ്യാണ്. 26നെ ഇതിൽ ഉള്ള ഈ 26നെ എനിക്ക് എങ്ങനെ എഴുതാം? 13 × 2 എന്ന് എഴുതാം. സോ ലൈക്ക് ഞാൻ ഇവിടെ എഴുതുന്നത് 13 × 2 × 10 ഡിവൈഡഡ് ബൈ 6 ഉണ്ട്. 6 × 52 അല്ലേ ഉള്ളത്? 52 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 13 × 4 അല്ലേ? 13 × 4 അല്ലേ 52? മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 3 × 4 എത്രയാണ്? 12 1 4 4 5 അല്ലേ? 52 കിട്ടുന്നുണ്ട്. സോ എനിക്ക് അതിന് 13 × 4 എന്ന് എഴുതാം. എന്നിട്ട് ഞാൻ ചെയ്യുന്നത് എന്താണ്? ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും തന്നിട്ടുള്ള ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കോമൺ ആയിട്ടുള്ള ടേംസ് ഉണ്ട്, അത് ഞാൻ കട്ട് ചെയ്യാണ്. സോ ലൈക്ക് എങ്ങനെ ചെയ്യാം? ഓൾറെഡി ന്യൂമറേറ്ററിൽ ഒരു 13 ഉണ്ട്, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരു 13 ഉണ്ട്. അപ്പോൾ ഞാനത് ക്യാൻസൽ ചെയ്തു. ഇവിടെ തന്നിട്ടുള്ള 10 അല്ലേ? ഈ 10നെ എനിക്ക് 2 × 5 എന്ന് എഴുതി കൂടെ അല്ലേ? 10 എന്ന് പറയുന്നത് 2 × 5 ആണ്. സോ ഈ 2 × 2 ഞാൻ താഴത്തേക്ക് എഴുതാം. അപ്പോൾ ബാക്കി എന്താ വരിക? 2 × ഈ 10നെ ഞാൻ 2 × 5 എഴുതാണ്, ഞാൻ ഡയറക്റ്റ് എഴുതാണ്. ഡിവൈഡഡ് ബൈ 6നെ 2 × 3 എന്ന് എഴുതാം. ഇൻറ്റു 4നെ 2 × 2 എന്ന് എഴുതാം. അപ്പോൾ കോമൺ ആയിട്ടുള്ള ടേംസ് ഒക്കെ എനിക്ക് ക്യാൻസൽ ചെയ്തുകൂടെ? ഏതൊക്കെയാണ് ടേംസ് വരുന്നത്? 2 വരുന്നുണ്ട്, 2 ഒരു 2 ഉണ്ട് അല്ലേ? രണ്ടാമത്തെ 2 ഉണ്ട്, ഇവിടെ മറ്റൊരു 2 ഉണ്ട്. അപ്പം എത്രയാണ് ടോട്ടലി ആൻസർ വരിക? അവസാനം എത്രയാണ് വരിക? ബാക്കിയുള്ള സാധനങ്ങൾ ഏതൊക്കെയാണ്? ബാക്കിയുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ്? ഇവിടെ ന്യൂമറേറ്ററിൽ ഒരു 5 ഉണ്ട്, ഡിനോമിനേറ്ററിൽ ഒരു 2 × 3 ഉണ്ട് അല്ലേ? സോ ലൈക്ക് നമുക്ക് എങ്ങനെ എഴുതാം? 5 ഡിവൈഡഡ് ബൈ 2 × 3 വിച്ച് ഇസ് 6 ആണ് ആൻസർ വരുന്നത്. സോ 5/6 ആണ് ഇതിൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ ലൈക്ക് എന്താണ്? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു ഫ്രാക്ഷൻ തന്നിട്ടുണ്ട്, അതെന്ത് ചെയ്യുക? ലൈക്ക് റെഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഓപ്ഷൻ ഏതാണോ എന്നുള്ളത് ചെക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. തെറ്റിക്കാതെ ആൻസർ കറക്റ്റായി ചെയ്യുക എന്നുള്ളത് മാത്രമേ ഇതിൽ അരിത്മെറ്റിക് ഓപ്പറേഷൻസിൽ ഒന്നും കൂടെ കംഫർട്ടബിൾ ആവുക എന്നുള്ളതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ മോട്ടീവ് എന്ന് പറയുന്നത്. സോ ലൈക്ക് 5/6 ആൻസർ എന്താണ്? സി മാർക്ക് ചെയ്യാൻ പറ്റും. സോ സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. കൺവേർട്ട് ദ മിക്സ്ഡ് ഫ്രാക്ഷൻ 154 5/9 എന്നുള്ളതാണ്. അപ്പോൾ ലൈക്ക് മിക്സ്ഡ് ഫ്രാക്ഷൻ ആണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? മിക്സ്ഡ് ഫ്രാക്ഷൻ തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതൊരു ഇംപ്രോപ്പർ ഫ്രാക്ഷനിലോട്ട് മാറ്റുക എന്നുള്ളതാണ് അല്ലേ നമ്മൾ നോക്കുന്നത്. എങ്ങനെയാണ് ഒരു മിക്സ്ഡ് ഫ്രാക്ഷൻ AB/C എന്ന് പറയുന്ന ഫോർമാറ്റിലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എങ്ങനെയാണ് ഇംപ്രോപ്പർ ഫോർമാറ്റിലോട്ട് മാറ്റുക? C × A + B ചെയ്യണം അല്ലേ? C × A + B ചെയ്യണം. അതായത് എങ്ങനെ എഴുതാം? C × A + B ഡിവൈഡഡ് ബൈ C എന്നുള്ള രീതിയിലാണ് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്? 154 5/9 എന്നല്ലേ തന്നിട്ടുള്ളത്. ഇതിൽ A എന്താണ്? A എന്ന് പറയുന്നത് 154 ആണ്. B എന്ന് പറയുന്നത് എന്താണ്? 5 ആണ്. C എന്ന് പറയുന്നത് 9 ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? A × C + B ഡിവൈഡഡ് ബൈ C എഴുതണം. അതായത് 154 × 9C അല്ലേ? 154 × 9 + 5 ഡിവൈഡഡ് ബൈ എന്താണ് എഴുതേണ്ടത്? 9 എഴുതണം. സോ എങ്ങനെ എഴുതാം എന്ന് നോക്കാം. 154 × 9 എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 154 × 9 എത്രയാണ്? 9 4s are 36 6 3 45 48 8 4 9 1 36 അല്ലേ? സോ 36 9 1 സോറി 9 × 1 9 ആണ്. 9 + 4 എത്രയാണ്? 9 + 4 13 ആണ്. സോ 1386 എന്ന് വന്നിട്ടുണ്ട്. സോ ഇതെന്താണ് തന്നുള്ളത്? 1386 + 5 ഉണ്ട് അല്ലേ? ഈ 5 ഡിവൈഡഡ് ബൈ 9 വിച്ച് ഈസ് 1391 ഡിവൈഡഡ് ബൈ 9 ആണ്. ആൻസർ ഏതാണ് വരുന്നത്? B ആണ് ഓപ്ഷൻ. കാൽക്കുലേഷൻസ് കറക്റ്റായി ശ്രദ്ധിക്കുക. ഇപ്പോൾ AB/C എന്ന് പറയുന്ന ഫോർമാറ്റിലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം?
ഡിനോമിനേറ്റർ ഇൻറ്റു പുറത്ത് കിടക്കുന്ന ആ എ, സി ഇൻറ്റു എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ സി എന്ന് പറയുന്ന ഫോർമാറ്റിലാണ് ഒരു മിക്സ്ഡ് ഫ്രാക്ഷൻ എന്ത് ചെയ്യേണ്ടത്, ഇംപ്രോപ്പർ ഫ്രാക്ഷനിലോട്ട് മാറ്റേണ്ടത്. സോ എന്താണ് ആൻസർ വരുന്നത്, 1391 ഡിവൈഡ് ബൈ 9 ആണ് വന്നിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. കൺവേർട്ട് ദ മിക്സ്ഡ് ഫ്രാക്ഷൻ 209 ഡിവൈഡ് ബൈ 12 ഇൻറ്റു, മിക്സ്ഡ് ഫ്രാക്ഷൻ അല്ല ഉദ്ദേശിച്ചത്, ഇവിടെ ഉദ്ദേശിച്ചത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ 209 ബൈ 12 ഇൻറ്റു ഒരു മിക്സ്ഡ് ഫ്രാക്ഷൻ. നമ്മൾ നേരെ ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താ കണ്ട്, നേരെ തിരിച്ചുള്ള പ്രോസസ്സായിട്ടുള്ള കണ്ട്, അതിൻ്റെ നേരെ റിവേഴ്സ് ആയിട്ടുള്ള പ്രോസസ്സാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു ഫ്രാക്ഷനെ മിക്സ്ഡ് ഫ്രാക്ഷനിലോട്ട് മാറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ എന്ത് ചെയ്യുക, 209 ഡിവൈഡഡ് ബൈ 12 ചെയ്ത് നോക്കുക. 209 ഡിവൈഡ് ബൈ 12 ചെയ്യുന്ന സമയത്ത് എന്താ വരുന്നത്, 20ൽ 12 എത്ര തവണയാണ്, 1 തവണ അല്ലേ. സോ 12 വരും, റിമൈൻഡർ 8 വരും, 89 വരും. 89ൽ 84 പോകും, 7 ടൈംസ് പോകും അല്ലേ. 7 ടൈംസ് എന്താണ്, 84 ആണ്. എന്താണ് 12 ഇൻറ്റു 7 എന്താണ്, 84 ആണ് അല്ലേ. 7 180. സോ എന്താണ് 84 ആണ്, 5 റിമൈൻഡർ വന്നു. സോ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്, നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കി അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കി. ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെയാണ് കോഷ്യൻ്റ് ആയിട്ട് ഏതാ വരുന്നത്, കോഷ്യൻ്റ് ആയിട്ട് 17 വരുന്നുണ്ട്, റിമൈൻഡർ 5 ഉണ്ട്. ഡിവൈസർ ഏതാണ്, 12 ആണ് വന്നിട്ടുള്ളത്. സോ എന്താണ് 17 ഉണ്ട്, റിമൈൻഡർ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ്റെ ഫോർമാറ്റിലോട്ട് എഴുതേണ്ടത് എങ്ങനെയാണ് എന്ന് നോക്കാം. അതായത് ആദ്യം ആൻസർ ആയിട്ടുള്ളത് എഴുതണം, പിന്നെ റിമൈൻഡർ എഴുതണം, എന്നിട്ട് ഡിവൈഡഡ് ബൈ ഈ 12 ആണ് എഴുതണം. ഇങ്ങനെയാണ് അത് എഴുതേണ്ടത്. ആദ്യം എന്ത് ചെയ്യണം, ആൻസർ, പിന്നെ റിമൈൻഡർ, പിന്നെ 12 ഏതാണോ ഡിവൈഡ് ചെയ്യുന്നത് ഏതുകൊണ്ടാണോ ആ നമ്പർ എന്ത് ചെയ്യണം, ഡിനോമിനേറ്ററിൽ എഴുതണം. ഈ ഒരു ഫോർമാറ്റിലാണ് എഴുതേണ്ടത്. 17 5/12 ആണ് ആൻസർ വരിക. ഓപ്ഷൻ ഡി ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ തന്നിട്ടുള്ള എന്താണ്, 4 ഫ്രാക്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ ഏതാണ് ചെറുതെന്നുള്ളത്, ഫൈൻഡ് ദ സ്മോളസ്റ്റ് ഫ്രാക്ഷൻ ഫ്രം ദ ഫോളോയിങ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ചെറിയ വാല്യൂ എന്നുള്ളത്. ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ടത്, ഫ്രാക്ഷൻ എന്താണ്, ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ന്യൂമറേറ്റർ ഉണ്ടായിരിക്കും അല്ലേ. ന്യൂമറേറ്ററിൽ ഒരു നമ്പർ ഉണ്ടായിരിക്കും, ഒരു ഡിനോമിനേറ്റർ ഉണ്ടായിരിക്കും. താഴെ എഴുതുന്നതിനെയാണ് ഡിനോമിനേറ്റർ എന്ന് വിളിക്കുന്നത്. ന്യൂമറേറ്ററിൻ്റെ വാല്യൂ കൂടുമ്പോൾ എന്താണ് ഫ്രാക്ഷൻ്റെ വാല്യൂവിന് എന്താ സംഭവിക്കുന്നത്, ന്യൂമറേറ്റർ കൂടിക്കഴിഞ്ഞാൽ, അതായത് മുകളിലുള്ള നമ്പർ കൂടിക്കഴിഞ്ഞാൽ, അതിൻ്റെ വാല്യൂ കൂടിക്കഴിഞ്ഞാൽ ഫ്രാക്ഷൻ്റെ വാല്യൂ കൂടും. ഡിനോമിനേറ്ററിലുള്ളത്, അതായത് താഴെയുള്ള വാല്യൂ കൂടിക്കഴിഞ്ഞാൽ ഫ്രാക്ഷൻ്റെ വാല്യൂ കുറയും. ഓക്കെ അല്ലേ, രണ്ടും റിവേഴ്സ് ആണ്. ഓക്കെ, മനസ്സിലാക്കേണ്ടത് ന്യൂമറേറ്റർ കൂടിക്കഴിഞ്ഞാൽ ഫ്രാക്ഷൻ്റെ വാല്യൂ കൂടും, ഡിനോമിനേറ്റർ കൂടിക്കഴിഞ്ഞാൽ ഫ്രാക്ഷൻ്റെ വാല്യൂ കുറയും. ഇനി എപ്പോഴാണ് ഫ്രാക്ഷൻ്റെ വാല്യൂ കുറയും നോക്കാം. ന്യൂമറേറ്ററിൻ്റെ വാല്യൂ കുറയുകയാണെന്നുണ്ടെങ്കിൽ, രണ്ടാമത്തെ കേസ് എന്താണ്, ന്യൂമറേറ്ററിൻ്റെ വാല്യൂ കുറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രാക്ഷൻ്റെ വാല്യൂ കുറയും. ഡിനോമിനേറ്ററിൻ്റെ വാല്യൂ കുറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രാക്ഷൻ്റെ വാല്യൂ കൂടും. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യാം, കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഒന്നും കൂടെ പോസ് ചെയ്തിട്ട് ഒന്നുകൂടെ എഴുതി നോക്കിയിട്ട് ഒന്ന് ചെയ്യാം. അപ്പോൾ ഞാൻ എക്സാമ്പിൾ എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഡിനോമിനേറ്റർ, ഫസ്റ്റ് കേസിൽ ഞാൻ ഡിനോമിനേറ്റർ സെയിം ആക്കി വെക്കുകയാണ്. അതായത് 2/4 3/4 രണ്ട് വാല്യൂസ് ഉണ്ട് അല്ലേ. അതിൻ്റെ ഡിനോമിനേറ്റർ എന്താണ്, ഡിനോമിനേറ്റർ നോക്കിയേ, ഇവിടെ 4 ആണ്, ഇവിടെയും 4 ആണ്, രണ്ടും സെയിം ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് പറയാം, ഡിനോമിനേറ്റർ, അതായത് ഈ വാല്യൂസ് ഇപ്പോൾ 2/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, 2/4 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. നിങ്ങൾ ക്യാൻസൽ ചെയ്ത് നോക്കിയാൽ മതി, 1/2 ആണ്. അതിൻ്റെ വാല്യൂ വരുന്നത് നിങ്ങൾ കാൽക്കുലേറ്ററിൽ അല്ലാതെയൊക്കെ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ വാല്യൂ വരുന്നത് എന്താണ് വരിക, 0.5 ആണ്. ചെയ്ത് നോക്കിയാൽ സിമ്പിൾ ഡിവിഷൻ ആണ്, 0.5 ചെയ്തു. 3/4 അതുപോലെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് വരിക, 0.75 ആണ് ആൻസർ വരുന്നത്. അതായത് ഈ കേസിൽ എന്തായിരുന്നു, ഡിനോമിനേറ്റർ സെയിം ആയിരുന്നു, രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആയിരുന്നു. എന്താണ് മാറിയിട്ടുള്ളത്, ന്യൂമറേറ്റർ ആണ് മാറിയിട്ടുള്ളത്. ന്യൂമറേറ്ററിൻ്റെ വാല്യൂ എന്താണ് ചെയ്തിട്ടുള്ളത്, 2 3 കൂടുകയാണ് ചെയ്തിട്ടുള്ളത് സെക്കൻഡ് ഫ്രാക്ഷനിൽ. അപ്പോൾ എന്താണ്, കറസ്പോണ്ടിങ് വാല്യൂസ് എന്ത് ചെയ്യുകയാണ്, ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് ന്യൂമറേറ്ററിൻ്റെ വാല്യൂ കൂടുന്നുണ്ടെങ്കിൽ, ഡിനോമിനേറ്റർ കോൺസ്റ്റന്റ് ആയിരിക്കെ ന്യൂമറേറ്ററിൻ്റെ വാല്യൂ കൂടുന്നുണ്ടെങ്കിൽ എന്ത് പറയാൻ പറ്റും, നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്, ഫ്രാക്ഷൻ്റെ വാല്യൂ കൂടുന്നുണ്ട് എന്നുള്ളതാണ്. ഈ രണ്ടാമത്തെ കേസ് എടുക്കാം. ഞാൻ ന്യൂമറേറ്റർ കോൺസ്റ്റന്റ് ആക്കി വെക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 4/2 4/2 ആൻഡ് 4/3. ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്, ന്യൂമറേറ്റർ കോൺസ്റ്റന്റ് ആണ് അല്ലേ, ന്യൂമറേറ്റർ കോൺസ്റ്റന്റ് ആണ്. ഡിനോമിനേറ്ററിൻ്റെ വാല്യൂ കൂടിയിട്ടുണ്ട് അല്ലേ. ഇവിടെ എന്തായിരുന്നു ഡിനോമിനേറ്റർ, ഇവിടെ ന്യൂമറേറ്റർ രണ്ട് കേസിലും കോൺസ്റ്റന്റ് ആണ്, 4 ആണ്. ഡിനോമിനേറ്ററിൻ്റെ വാല്യൂ എന്താണ്, കൂടിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് വാല്യൂസ്, ഇതിൻ്റെ ഫ്രാക്ഷൻ്റെ വാല്യൂസ് 4/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, 2 ആണ്. 4/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, അത് 1.333 അങ്ങനെ പോകുന്ന വാല്യൂസാണ്.
അതായത് ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത് നിങ്ങൾ കാൽക്കുലേറ്ററിലേക്ക് നിങ്ങൾ ചെയ്ത് നോക്കുക. 4/3 എങ്ങനെ ചെയ്ത് നോക്കാം. 4/3 1 3 എന്ത് ചെയ്യുന്നുണ്ട് 1 വരുന്നുണ്ട് അല്ലേ. 1/3 ആണ് വരിക. 1/3 ആണ് മിക്സ്ഡ് ഫ്രാക്ഷൻ വരുന്ന സമയത്ത് വരിക. അത് പറഞ്ഞാൽ 1/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.33 ആയിരിക്കും. സോ 1.33 എന്ന് കിട്ടും. സോ ഓക്കെ അല്ലേ. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത്? ന്യൂമറേറ്ററിൻ്റെ വാല്യൂ സെയിം ആയത്. രണ്ട് കേസിലും എന്താണ് 4 ആണ് ന്യൂമറേറ്ററിൻ്റെ വാല്യൂ വരുന്നത്. പക്ഷെ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിനോമിനേറ്ററിൻ്റെ വാല്യൂ കൂടിയിട്ടുണ്ട്. ഡിനോമിനേറ്ററിൻ്റെ വാല്യൂ എന്താണ് 2 3 കൂടി. അപ്പോൾ എന്താണ് ഫ്രാക്ഷന് സംഭവിച്ചിട്ടുള്ളത്? ഫ്രാക്ഷൻ്റെ വാല്യൂ കുറയാണ് ചെയ്തല്ലേ. അതിൻ്റെ വാല്യൂ മൊത്തം നമ്പറിൻ്റെ വാല്യൂ കുറയാണ് ചെയ്തിട്ടുള്ളത്. അതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ഒരു ഫ്രാക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ന്യൂമറേറ്റർ കൂടുകയാണെന്നുണ്ടെങ്കിൽ ഡിനോമിനേറ്റർ കോൺസ്റ്റന്റ് ആയിരിക്കെ ന്യൂമറേറ്റർ കൂടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പിച്ച് പറയാവുന്ന ഒരു കേസ് എന്ന് പറയുന്നത് എന്താണ് ഫ്രാക്ഷൻ്റെ വാല്യൂ കൂടിയിട്ടുണ്ടാവും എന്നുള്ളതാണ്. നേരെ മറിച്ച് ഡിനോമിനേറ്റർ ആണ് കൂടുന്നതെങ്കിൽ ന്യൂമറേറ്റർ കോൺസ്റ്റന്റ് ആയിരിക്കെ നമുക്ക് ഉറപ്പിച്ച് പറയാവുന്ന കാര്യം ഫ്രാക്ഷൻ്റെ വാല്യൂ മൊത്തം നമ്പറിൻ്റെ വാല്യൂ കുറഞ്ഞിട്ടുണ്ടാവും എന്നുള്ളതാണ്. ആ സെയിം ലോജിക്കാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. നമ്മളിത് മുഴുവൻ ചെയ്ത് നോക്കിയിട്ട് നമ്മൾ ഏതാണ് സ്മോൾ അങ്ങനെ കണ്ടെത്തുകയാണ് ചെയ്യുക. ഇല്ല, നമ്മൾ അങ്ങനെ ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല. ലൈക്ക് പോസിബിളും അല്ല. നമ്മൾ ചെയ്യുന്നത് എന്താ, ഇവിടെയൊക്കെ നോക്കിയേ, ഇവിടെയൊക്കെ എന്താണ് ഈ 47 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ ഡിനോമിനേറ്റർ കോൺസ്റ്റന്റ് ആണ്. ഡിനോമിനേറ്റർ കോൺസ്റ്റന്റ് ആയിരിക്കും എന്താണ് പിന്നെ നമ്മൾ കമ്പയർ ചെയ്യേണ്ടിയുള്ളൂ. ന്യൂമറേറ്റർ മാത്രം കമ്പയർ ചെയ്താൽ മതി. ന്യൂമറേറ്റർ വലുതാണെങ്കിൽ ആ നമ്പർ വലുതായിരിക്കും. അപ്പോൾ ന്യൂമറേറ്റർ ചെറുതാണെങ്കിൽ ആ നമ്പർ ചെറുതായിരിക്കും. ഏതിനാണ് ന്യൂമറേറ്റർ ചെറുത്? 12 അല്ലേ. 12 അല്ലേ ഏറ്റവും ചെറിയ വാല്യൂ ഉള്ളത്. അപ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാവുന്ന കേസ് എന്താ 12/47 ആയിരിക്കും ലൈക്ക് ലോവസ്റ്റ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. സ്മോളസ്റ്റ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 12/7 12/47 ആയിരിക്കും എന്നുള്ളതാണ്. സോ ലൈക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻ ഡി മാർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോകാം. A vessel contains 20 liter solution, out of which 6 liter is hydrochloric acid and 40 liters water. Represent the amount of hydrochloric acid of amount of solution as fraction എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ടോട്ടൽ amount of solution. സോ ലൈക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒക്കെ ഉണ്ടല്ലേ. ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒന്നും വേണ്ട നമുക്ക് മിൽക്ക് അല്ലേ. ഹൈഡ്രോക്ലോറിക് ആസിഡ് വേണ്ട, മിൽക്കാണ് സപ്പോസ് ചെയ്യും. സോ ലൈക്ക് ക്വസ്റ്റ്യൻ ഒന്ന് റീചേഞ്ച് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മാറ്റിയുള്ളൂ. ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ല മിൽക്ക് ഒന്നും ഇവിടെ കമ്പയർ ചെയ്യാൻ പറ്റും. ഒരു വെസലിൽ എന്ത് ചെയ്യുന്നുണ്ട് 20 ലിറ്റർ സൊല്യൂഷൻ ഉണ്ട്. മൊത്തം 20 ലിറ്റർ ആണ്. മൊത്തം 20 ലിറ്റർ ആണ് അല്ലേ. മൊത്തം 20 ലിറ്റർ ആണ് ഇതിൻ്റെ കപ്പാസിറ്റി. അതിൽ 6 ലിറ്റർ മിൽക്കും 40 ലിറ്റർ വെള്ളമാണ്. ഇതിലെന്താണ് 6 ലിറ്റർ മിൽക്ക് പ്ലസ് 14 ലിറ്റർ വാട്ടർ ആണ്. എന്താ മിൽക്ക് 14 ലിറ്റർ എന്താണ് വാട്ടർ ആണ്. റെപ്രസെന്റ് ദ എമൗണ്ട് ഓഫ് മിൽക്ക് ആസ് ടോട്ടൽ എമൗണ്ട് ഓഫ് സൊല്യൂഷൻ ആസ് എ ഫ്രാക്ഷൻ ആയിട്ട് ചോദിച്ചുള്ളത്. അപ്പോൾ എന്താണ് ഫ്രാക്ഷൻ എഴുതുമ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉണ്ടാവില്ലേ. എന്താണ് ന്യൂമറേറ്ററിൽ തന്നിട്ടുള്ളത്? റെപ്രസെന്റ് ദ എമൗണ്ട് ഓഫ് മിൽക്ക് എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ എന്താണ് ന്യൂമറേറ്ററിൽ എമൗണ്ട് ഓഫ് മിൽക്കാണ് റെപ്രസെന്റ് ചെയ്യേണ്ടത്. മിൽക്കിൻ്റെ എമൗണ്ട് ഡിവൈഡ് ബൈ ഔട്ട് ഓഫ് ടോട്ടൽ. ഔട്ട് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഡിനോമിനേറ്ററിലാണെന്ന് അർത്ഥം. ഔട്ട് ഓഫ് എന്ന് പറഞ്ഞിട്ട് അതിന് ശേഷമുള്ളത് എന്തായിരിക്കും ഡിനോമിനേറ്ററിലാണ് വരിക. ഓഫ് ടോട്ടൽ എമൗണ്ട് ഓഫ് സൊല്യൂഷൻ ആസ് എ ഫ്രാക്ഷൻ. ടോട്ടൽ എമൗണ്ട് ഓഫ് സൊല്യൂഷൻ അല്ലേ. ടോട്ടൽ എമൗണ്ട് ഓഫ് സൊല്യൂഷൻ. അപ്പോൾ മിൽക്ക് എമൗണ്ട് എത്രയാണ് തന്നിട്ടുണ്ട്? മിൽക്ക് എമൗണ്ട് 6 ലിറ്റർ ആണ് തന്നിട്ടുണ്ട്. അത് നമുക്ക് എഴുതാം 6 ഡിവൈഡ് ബൈ ടോട്ടൽ എമൗണ്ട് ഓഫ് സൊല്യൂഷൻ എത്രയാണ്? ടോട്ടൽ എത്രയാണുള്ളത്? 6 + 14 അത് എത്രയാണ്? 20 അല്ലേ. 20 ലിറ്റർ ആണ്. ടോട്ടൽ എത്രയാണ്? 20 ലിറ്റർ ആണ്. 14 അല്ല 6 അല്ല, എന്താണ് ടോട്ടൽ എത്രയാണ് വരുന്നത്? മൊത്തം എമൗണ്ടിനാണ് ടോട്ടൽ എമൗണ്ട് ഓഫ് സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. സോ എന്ത് പറയാൻ പറ്റും? 20 എന്ന് ഡിനോമിനേറ്ററിൽ എഴുതാൻ പറ്റും. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 × 2 ഡിവൈഡ് ബൈ 10 × 2 എന്ന് എഴുതാൻ പറ്റും. എനിക്ക് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 2 ക്യാൻസൽ ചെയ്യാൻ പറ്റും. ബാക്കി എന്താ വരിക? 3/10 ആണ് ആൻസർ വരിക. ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ആൻസർ. സോ നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോവാം. Pindu and Ayush participate in a 100-meter race and Pindu takes 18 1/5 seconds and Ayush takes 21 3/4 seconds എന്ന് പറയുന്നത് ഹൗ മച്ച് ലോങ്ങർ Ayush take എന്ന് പറയുന്നത് മിക്സ്ഡ് ഫ്രാക്ഷൻ ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ആകെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒന്ന് മിക്സ്ഡ് ഫ്രാക്ഷൻ ഒന്ന് മാറ്റിയിട്ട് തിരിച്ചൊന്ന് ഇംപ്രോപ്പർ ഫ്രാക്ഷനിലോട്ട് മാറ്റി മൈനസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? തിരിച്ച് മിക്സ്ഡ് ഫ്രാക്ഷനിലാണ് ആൻസേഴ്സ് തന്നിട്ടുള്ളത്. സോ ഒന്ന് മിക്സ്ഡ് ഫ്രാക്ഷനിലോട്ട് തിരിച്ച് മാറ്റുകയും ചെയ്യുക. കുറച്ച് കാൽക്കുലേഷൻ ഉണ്ടാവും, അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. സോ എന്താണ് തന്നിട്ടുള്ളത്? ആയുഷിൻ്റെ ടൈം എത്രയാണ് തന്നിട്ടുള്ളത്? ആയുഷ് 21 3/4 seconds ആണ്. ആൻഡ് പിൻറ്റു എത്ര ടൈമാണ് എടുത്തിട്ടുള്ളത്? 18 1/5 seconds ആണ്. 21 3/4 ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെയാണ് ഒരു മിക്സ്ഡ് ഫ്രാക്ഷൻ തന്നു കഴിഞ്ഞാൽ ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷനിലോട്ട് മാറ്റുക എന്നുള്ളത്. നേരത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. സോ സിമിലർ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ എഴുതാം? 21 × 4 + 3 ഡിവൈഡ് ബൈ 4 എന്ന് എഴുതാൻ പറ്റും. 21 × 4 84 + 3 വിച്ച് ഈസ് 87/4. കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഇവിടെ എന്താണ് വരിക? 18 × 5 + 1 ഡിവൈഡ് ബൈ 5 ആണ് വരിക. സോ 18 × 5 എന്ന് പറഞ്ഞാൽ 90 ആണ്. 90 + 1 എന്ന് പറഞ്ഞാൽ 91 ഡിവൈഡ് ബൈ 5 ആണ് ആൻസർ വരിക.
സോ എന്താണ് ചോദിച്ചത്, ഹൗ മച്ച് ലോങ് ആയുഷ് ടേക്ക് എന്നുള്ള ചോദിച്ചത്. ആയുഷ് ഇത്ര സമയമാണ് എടുത്തുള്ളത്, പിന്റു ഇത്ര സമയമാണ് എടുത്തുള്ളത്. സോ എന്ത് ചെയ്താൽ മതി, ആയുഷ് എത്ര കൂടുതൽ സമയം എടുത്തു എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, അവർ പരസ്പരമുള്ള ടൈം മൈനസ് ചെയ്താൽ മതി, സബ്ട്രാക്ട് ചെയ്ത് നോക്കി മതി കഴിഞ്ഞാൽ മതി. സോ എന്താണ് ആയുഷിൻ്റെ ടൈം മൈനസ് പിന്റുയുടെ ടൈം എത്രയാണ്, 91/5. സോ എങ്ങനെ ചെയ്യാം, നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ അല്ലേ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. എങ്ങനെ ചെയ്യാം, ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. സോ എങ്ങനെയാണ് ചെയ്യേണ്ടത്, സോ എങ്ങനെ ചെയ്യാം, 87 × 5 പ്ലസ് മൈനസ് 91 × 4 ഡിവൈഡഡ് ബൈ 4 × 5 ആണ് ആൻസർ വരേണ്ടത്. സോ 87 × 5 എത്രയാണ് വരുന്നത്, ചെയ്ത് നോക്കാം. സോ ലൈക്ക് എത്ര വരും, 435 എന്ന് വരും. 435 മൈനസ് 91 × 4 എന്ന് പറയുന്നത് 364 ആണ്. ഡിവൈഡഡ് ബൈ 20 ആണ് ആൻസർ വരുന്നത്. 435 മൈനസ് 364 എന്ന് പറഞ്ഞാൽ എത്രയാണ് ആൻസർ വരുന്നത്, 71 ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക, 435 മൈനസ് 364 ചെയ്ത് നോക്കുന്ന സമയത്ത് എന്താണ് ആൻസർ, 71 ചെയ്യുക. ലൈക്ക് ഓരോന്നും സബ്ട്രാക്ട് ചെയ്ത് നോക്കുക. 71 ഡിവൈഡഡ് ബൈ 20 എന്ന ആൻസർ എഴുതാൻ പറ്റും. സോ എന്താണ് കിട്ടിയിട്ടുള്ളത്, 71 ഡിവൈഡ് ബൈ 20 ആണ് ആൻസർ കിട്ടിയിട്ടുള്ളത്. പക്ഷെ നമുക്ക് തന്നിട്ടുള്ള ഫോർമാറ്റ് ഇതെന്താണ്, ഒരു ഇംപ്രോപ്പർ ഫോർമാറ്റ് ആണ് അല്ലേ, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. നമുക്ക് തന്നിട്ടുള്ള ഫോർമാറ്റ് എങ്ങനെയാണ്, അത് ലൈക്ക് മിക്സ്ഡ് ഫ്രാക്ഷനിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ 71 ഡിവൈഡഡ് ബൈ 20യെ എനിക്ക് മിക്സ്ഡ് ഫ്രാക്ഷനിലോട്ട് മാറ്റണം. ഞാൻ എങ്ങനെ മാറ്റാം, 71 ഡിവൈഡ് ബൈ 20 ചെയ്യുക. എന്നിട്ട് എന്താണ് 71 ഡിവൈഡ് ബൈ 20 ചെയ്യുന്ന സമയത്ത് 360 എത്ര അല്ലേ, ബാക്കി എത്ര വരുന്നത്, 11 വരുന്നുണ്ട്. സോ എന്താണ് ആൻസർ വരുന്നത്, എന്താണ് നമ്മൾ ആൻസർ ഫസ്റ്റ് എഴുതണം അല്ലേ. സോ 3 പിന്നെ ഈ 11 ന്യൂമറേറ്ററിൽ എഴുതണം. 11 ഡിവൈഡ് ബൈ ഈ 20 എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിൽ എഴുതണം. സോ ലൈക്ക് ആൻസർ എത്ര വരുന്നത്, 311/20 ആണ് ആൻസർ വരുന്നത്. സോ ലൈക്ക് എന്ത് ചെയ്യണം, മിക്സ്ഡ് ഫ്രാക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതിൽ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കണം. അങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ സ്ഥിരം കാണാറുണ്ട്. സോ ഓപ്ഷൻ വരുന്നത് 311/20 ആണ്. ഓപ്ഷൻ എ ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1 + 2/1 + 3/1 + 4/5 ചോദിച്ചിട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ അപ്രോച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇങ്ങനെ ലെങ്ത് ഡിവിഷൻ പോകുന്നുണ്ട്. നമ്മൾ ബാക്ക് എന്ന് വേണം അപ്രോച്ച് ചെയ്യാൻ, ലൈക്ക് എൻഡ് എന്ന് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അപ്രോച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്, ആദ്യം ചെയ്യുന്നത് മൊത്തം വാല്യൂസ് ഉണ്ട് അല്ലേ, ഈ 1 + 4/5 ആണ് ഞാൻ ആദ്യം ചെയ്യുക. ഓക്കെ അല്ലേ, 1 + 4/5 ആദ്യം ചെയ്യുക. ലൈക്ക് എന്നിട്ട് എന്ത് ചെയ്യുക, ബാക്കിലോട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്നും കൂടെ എഫക്റ്റീവായിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ലൈക്ക് നമ്മൾ എങ്ങനെ ചെയ്യാം, ഇവിടെ തന്നിട്ടുള്ളത് 1 + 4/5 ആണ് നമുക്കിവിടെ ചെയ്യുന്നത്. 1 + 4/5. സോ ഇതാദ്യം ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം, 5 × 1 + 4 ഡിവൈഡ് ബൈ 5 ആണ് വരിക, വിച്ച് ഈസ് 9/5 ആണ് ആൻസർ വരിക. സോ ഇത് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. 1 + 2 ഡിവൈഡ് ബൈ 1 + 3 ഡിവൈഡ് ബൈ 1 + 4/5 അല്ലേ ചെയ്തത്. 1 + 4/5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, 9/5 ആണ്. 9 ഡിവൈഡഡ് ബൈ 5 അല്ലേ വരിക, 9 ഡിവൈഡ് ബൈ 5 വരും. ഓക്കെ അല്ലേ, ഞാൻ ഇവിടെ എഴുതാം 1 + 2 ഡിവൈഡ് ബൈ 1 + 3 ഡിവൈഡഡ് ബൈ 9 ഉണ്ട്. ഈ ഡിവൈഡഡ് ബൈ 5 എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് മുകളിലോട്ട് എഴുതാൻ പറ്റും അല്ലേ, ഡിവിഷൻ റൂൾ പ്രകാരം എന്ത് ചെയ്യാൻ പറ്റും, മുകളിലോട്ട് എഴുതാൻ പറ്റും. സോ ഇവിടെ ചെയ്യുന്ന സമയത്ത് ഈ 3യും ഇവിടെ ഒരു 3യും ക്യാൻസൽ ആവും അല്ലേ. 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 × 3 ആണ്, ന്യൂമറേറ്ററിൽ ഒരു 3 ഉണ്ടാവും. അപ്പോൾ 5/3 വരും. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ചേഞ്ച് ആയി, ഒരു സ്റ്റെപ്പ് റെഡ്യൂസ് ആയിട്ടുണ്ട്. 1 + 2 ഡിവൈഡ് ബൈ 1 + 5/3 ആണ് നമുക്ക് പുതുതായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഈ 1 + 5/3 ചെയ്ത് നോക്കും. 1 + 5/3 ചെയ്ത് നോക്കുന്ന സമയത്ത് എന്താണ് ആൻസർ വരുന്നത് നോക്കാം. 1 + 5/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് എഴുതാൻ പറ്റും, 3 × 1 + 5 ഡിവൈഡ് ബൈ 3. അങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ആണല്ലേ. 3 × 1 + 5 ഡിവൈഡ് ബൈ 3 വിച്ച് ഈസ് 8/3 ആണ് ആൻസർ വരുന്നത്. സോ ഈ 1 + 5/3ക്ക് പകരം എനിക്ക് എന്ത് കൊടുക്കാൻ പറ്റും, 8/3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. സോ എനിക്ക് എഴുതാം 1 + 2 ഡിവൈഡ് ബൈ 8/3 എന്ന് എഴുതാം. അപ്പോൾ അത് റെഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, 1 + 2/8 ഡിവൈഡ് ബൈ 3. ആ ഡിവൈഡ് ബൈ 3 എന്ത് ചെയ്യും, മുകളിലോട്ട് എഴുതാൻ പറ്റില്ലേ, ഡിവിഷൻ റൂൾ പ്രകാരം മുകളിലോട്ട് എഴുതാൻ പറ്റും. 2 × 3 ഡിവൈഡ് ബൈ 8 എന്ന് എഴുതാൻ പറ്റും. ഇവിടെ 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എനിക്ക് എഴുതാം 1 + 2 × 3 ഡിവൈഡ് ബൈ 2 × 4 എന്ന് എഴുതാൻ പറ്റും. സോ ലൈക്ക് ഈ 2 × 2 ക്യാൻസൽ ചെയ്തൂടെ, ബാക്കി എന്താ വരിക, 1 + 3/4 ആണ് ആൻസർ വരിക. 1 + 3/4 ഒരു സ്റ്റെപ്പും കൂടെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം. 1 + 3/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 4 × 1 + 3 ഡിവൈഡ് ബൈ 4 ആണ്, വിച്ച് ഈസ് 7/4 ആണ് ഫൈനൽ ആൻസർ വരുന്നത്. നമ്മൾ ഓരോ ബ്ലോക്ക് ആയിട്ട് എടുത്തിട്ട് ഓരോ പെർട്ടിക്കുലർ ഫ്രാക്ഷൻസ് എടുത്ത് എന്ത് ചെയ്യുക, നമ്മൾ ചെയ്തു പോവുകയാണ് ചെയ്യുക. എന്നിട്ട് അതിങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ ആൻസർ എന്താ വരുന്നത്, 7/4 ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. 25 ലിറ്റേഴ്സ് ആൻഡ് 25 ml ഈസ് ഈക്വൽ ടു എന്നുള്ള ചോദിച്ചാൽ ലൈക്ക് ഒരു കൺവേർഷൻ്റെ ക്വസ്റ്റ്യൻ ആണ്. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കൺവേർഷൻ അറിഞ്ഞിരിക്കണം. 1 ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 ml ആണ്. ഓക്കെ അല്ലേ, 1 ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 ml ആണ്. ഈ കൺവേർഷൻ അറിഞ്ഞിരിക്കണം.
അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ചോദിച്ചത്, ഇവിടെ 25 ml ആണ്, ഇവിടെ 1000 ml അല്ലേ, 1000 ml എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ലിറ്റർ. അതെങ്ങനെയാണ് ഞാൻ എഴുതിയത്, 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 ml, ഞാൻ ജസ്റ്റ് ഒന്ന് റിവേഴ്സ് ചെയ്ത് എഴുതിയെന്നുള്ളൂ. 1000 ml എന്ന് പറഞ്ഞാൽ 1 ലിറ്റർ, 1 ലിറ്റർ 1000 ml ആണെങ്കിൽ 1000 ml എന്താണ് 1 ലിറ്റർ ആണ്. ഇവിടെ 1000, അപ്പോൾ ഞാൻ ഇവിടെ 1 ആക്കുകയാണ്. ഇവിടെ 1 ആക്കാൻ ഞാൻ എന്ത് ചെയ്യണം, ഈ ml ഇവിടെ ഈ സൈഡ് ലൈക്ക് ഈ ഒരു സൈഡ് എനിക്ക് 1 ആക്കണം. അപ്പോൾ 1000 ml അല്ലേ ഉള്ളത്, അപ്പോൾ ഞാൻ അവിടെ 1 ആക്കാൻ ഞാൻ എന്ത് ചെയ്യും, രണ്ട് സൈഡും 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യും, 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ 1000ഉം ഈ 1000ഉം ക്യാൻസൽ ആവൂലേ, അപ്പോൾ 1 ml വിൽ ബി ഈക്വൽ ടു 1/1000 ലിറ്റർ എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇത് നമ്മളോട് ചോദിച്ചത് എന്താ, 25 ലിറ്ററും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും ഇങ്ങനത്തെ കൺവേർഷൻസിൽ 1 ലിറ്ററിലാണല്ലോ അല്ലേ ഉള്ളത്, 25 ലിറ്റർ ആണുള്ളത്, മറ്റേത് ml-ലാണുള്ളത്. രണ്ട് യൂണിറ്റ് ആണ്. 2 യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം 1 യൂണിറ്റിലോട്ട് മാറ്റണം, എന്നിട്ട് മാത്രമേ അരിത്മെറ്റിക് ഓപ്പറേഷൻസ് അതിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുമ്പോൾ 25 ലിറ്റർ ആൻഡ് 25 ml, അപ്പോൾ മര്യാദ കൺവേർഷൻസ് അറിയില്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ജസ്റ്റ് ആഡ് ചെയ്തിട്ടൊക്കെ നിങ്ങൾ ചെയ്യാനുള്ള ചാൻസുകളുണ്ട്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ml ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അപ്പുറത്തും ml തന്നെ ആയിരിക്കണം. ഇവിടെ ലിറ്റർ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ലിറ്ററും തമ്മിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും, അല്ലാതെ നേരെ തമ്മിൽ ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരേ യൂണിറ്റ് ആണെന്നുള്ള എപ്പോഴും ഉറപ്പ് വരുത്തണം. ഇതാണ് കൺവേർഷൻസ് വരുന്നത്. ഞാൻ ആൻസേഴ്സ് നോക്കുന്ന സമയത്ത് ലിറ്ററിലാണ് അല്ലേ, ആൻസേഴ്സ് ലിറ്ററിലാണ് ഉള്ളത്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത്, ഈ ml-നെയാണ് ഞാൻ ലിറ്ററിലോട്ട് മാറ്റുന്നത്, ഈ ml-നെ മാറ്റുകയാണ്. അപ്പോൾ 25 ml എത്ര ലിറ്റർ ആണ് നമ്മൾ കൺവേർട്ട് ചെയ്ത് നോക്കണം. ഇവിടെ 1 ml എന്ന് പറഞ്ഞാൽ 1/1000 ലിറ്റർ ആണ്. അപ്പോൾ 25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, 25 × 1. ഞാൻ രണ്ട് സൈഡും 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യട്ടെ. അപ്പോൾ എത്ര വരിക, 25/1000 ലിറ്റർ എന്ന് വരും. അപ്പോൾ ലൈക്ക് 25 ml എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, 25/1000 ലിറ്റർ ആണ്, വിച്ച് ഈസ് 0.025 ലിറ്റർ എന്ന് വരും. ഇനി എനിക്ക് നേരെ ആഡ് ചെയ്യാൻ പറ്റും, 25 ലിറ്റർ പ്ലസ് 0.025 ലിറ്റർ എന്നുള്ളതാണ്. അത് എത്ര വരിക, 25.025 ലിറ്റർ എന്നുള്ളത്. എപ്പോഴും എന്ത് ചെയ്യുക, കറക്റ്റ് ആണ് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ലൈക്ക് യൂണിറ്റ്സ് എപ്പോഴും കറക്റ്റ് ആണെന്നുള്ളതും ഒരേ യൂണിറ്റ്സ് ആണെന്നുള്ളത് ഉറപ്പ് വരുത്തുക. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അടുത്തൊരു ക്വസ്റ്റിലോട്ട് പോവാം. ജാക്ക് cuts a 90 meter wire into 5 equal pieces. Which one of the following fractions represent the length of each piece of wire out of total length എന്നുള്ള ചോദിച്ചു. സോ ലൈക്ക് മൊത്തത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 90 മീറ്ററിലുള്ള ലെങ്ത് ഉള്ള ഒരു വയർ ഉണ്ട് ജാക്കിൻ്റെ കയ്യിൽ. ഓക്കെ അല്ലേ? അതിനെ 5 ഈക്വൽ പാർട്സ് ആക്കി മാറ്റിയിട്ടുണ്ട്. 5 ഈക്വൽ പാർട്സ് ആക്കി മാറ്റിയിട്ടുണ്ട്. 1 2 3 4 5 ഈക്വൽ പാർട്സ് ആക്കി മാറ്റിയിട്ടുണ്ട്. മൊത്തം 90 മീറ്റർ ആയിരുന്നു ഉണ്ടായിരുന്നത്. 5 ഈക്വൽ പാർട്ട് ആയി കഴിഞ്ഞാൽ ഓരോ പാർട്ടും എത്രയായിരിക്കും വരിക, 90 ഡിവൈഡഡ് ബൈ 5 അല്ലേ. 90 ഡിവൈഡഡ് ബൈ 5 എത്രയാണ് വരുന്നത്, 18 മീറ്റർ ആണ് വരുന്നത്. ഡിവിഷൻസ് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ചെയ്ത് നോക്കുക. സോ എന്താ, 90 ഡിവൈഡഡ് ബൈ 5 1 5 40 40ൽ 5 എത്ര തവണ, 18 ടൈംസ് 40. ഓക്കെ അല്ലേ? സോ എന്താ തന്നിട്ടുള്ളത്, ഇപ്പോൾ ഓരോ ലെങ്ത്തും 18 18 18 18 18 അല്ലേ, ഓരോ ലെങ്ത്തും എന്താണ് 18 മീറ്റർ ആണ് ഉണ്ടാവുക, മൊത്തം 90 മീറ്റർ. എന്താ ചോദിച്ചിട്ടുള്ളത്, അതിൽ ഒരു ഭാഗം എന്ന് പറയുന്നത് ടോട്ടലിൻ്റെ എത്ര ഫ്രാക്ഷൻ ആണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു ഭാഗത്തിൻ്റെ ലെങ്ത് എത്രയാണ്, 18 ആണ്. ടോട്ടൽ എത്ര ഫ്രാക്ഷൻ, ടോട്ടൽ ലെങ്ത് എത്രയാണ്, 90 ആണ്. സോ എന്താണ് ആൻസർ വരിക, 1/5 ആണ് ആൻസർ വരിക. എന്താ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. മൊത്തം 5 ഭാഗമുണ്ട്, അതിൽ ഒരു ഭാഗമാണ് അടുത്ത്. സോ ലൈക്ക് എത്ര ഭാഗമാണ്, 1 ഡിവൈഡ് ബൈ 5. ലൈക്ക് നമുക്ക് ഡയറക്റ്റും ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. മൊത്തമുള്ള ലെങ്ത് മറ്റൊരു വയർ ഉണ്ടായിരുന്നു, അതിന് 5 ആക്കി ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഒരു ഭാഗം എന്ന് പറയുന്നത് എന്താണ്, 1/5 ഓഫ് ടോട്ടൽ ആയിരിക്കും അല്ലേ, 1/5 ഓഫ് ടോട്ടലാണ്. പ്രൊവൈഡഡ് ദാറ്റ് എല്ലാ പാർട്ടും എന്താണ് ഈക്വൽ ആണെന്നുള്ളത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അത്യാവശ്യം ഫ്രാക്ഷൻസും നമ്പേഴ്സിലേക്ക് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഇനി ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പരമാവധി സോഴ്സസ് എന്നൊക്കെ എടുത്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി നമ്മൾ ഇതേപോലുള്ള ഒരുപാട് വീഡിയോസ് ഒക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ലൈക്ക് സ്റ്റേ ട്യൂൺ ഫോർ ലൈക്ക്, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇനി എന്തെങ്കിലും സ്പെസിഫിക് ടോപ്പിക്സിലൊക്കെ ക്ലാസ്സസ് വേണമെന്നെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സ്റ്റേ ട്യൂൺ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.